വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദാവീദ് വംശജൻ യാക്കോബിൻ്റെ മകൻ ഈശോമിശിഹായുടെ ജനന അവസരത്തിൽ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്ന ജോസഫ്, ജീവിതത്തിൽ ജോസഫ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അവൻ നീതിമാനായിരുന്നു എന്നതാണ്. ഒരു വശത്ത് മറിയത്തോടുള്ള യേശുവിൻ്റെ സ്നേഹവും അവളെ വിട്ടുപിരിയാനുള്ള വേദനയും, മറുവശത്ത് ദൈവഹിതത്തിന് അവളെ വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധതയും, എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും ദൈവഹിതം നിറവേറ്റുവാൻ സന്നദ്ധനായ ജോസഫിൻ്റെ നീതി അവിടെ സമ്മാനിക്കപ്പെടുകയായിരുന്നു. നീതിമാനായ നോഹയെപ്പോലെയും നീതിഷ്ഠനായ ജോബിനെപ്പോലെയും നീതിമാനായ യോഹന്നാനെപ്പോലെയും ദൈവഹിതം നിറവേറ്റുകയും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുകയും അങ്ങനെ യൗസേപ്പ് നീതിമാന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നീതി അന്വേഷിക്കുവാനും നീതി പ്രവർത്തിക്കുവാനും ജോസഫിൻ്റെ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നു. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ, ചാരിത്ര്യ ശുദ്ധിയുടെ കാവൽക്കാരൻ, തിരുസഭയുടെ സംരക്ഷകൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ജോസഫ് യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൈവികമായ രഹസ്യങ്ങൾ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലൂടെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്കുകളിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവാണ്. ജീവശാസ്ത്രപ്രകാരം യേശുവിൻ്റെ പിതാവല്ല. കാരണം മറിയവും ജോസഫും തമ്മിൽ സഹവസിക്കുന്നതിന് മുമ്പ് തന്നെ മറിയം ഗർഭം ധരിച്ചു.
അതിനാൽ തന്നെ യേശുവിൻ്റെ ജനനത്തിൽ യൗസേപ്പിന് പ്രത്യേകമായ പങ്കില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ വിശ്വാസ സമൂഹം അവ്യക്തതയിൽ കഴിഞ്ഞുകൂടെ. അങ്ങനെ മുമ്പോട്ട് പോകാനാവില്ല. ഇതിൻ്റെ പിറകിലുള്ള രഹസ്യം ദൈവം വെളിപ്പെടുത്തി. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജോസഫ് മറിയത്തെ തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും അവൾ നിന്ന് ജനിച്ച ശിശുവിന് യേശു എന്ന് പേരിടുകയും വേണം. കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ദൂതൻ്റെ സന്ദേശത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. യേശു വിമോചകനാണ്. എന്നാൽ അത് രാഷ്ട്രീയ തലത്തിലല്ല, ആത്മീയ തലത്തിലാണ്. പാപത്തിൽ നിന്നുള്ള മോചനമാണ്. യേശു എന്ന് പേരിടുക വഴി ജോസഫ് നിയമപരമായി മറിയത്തിൻ്റെ ഭർത്താവായി, യേശുവിൻ്റെ വളർത്തുപിതാവായി. ദൈവദൂതൻ ജോസഫിനെ ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യേശു ദാവീദിൻ്റെ പുത്രനാകുന്നത് അപ്രകാരമാണ്. മറിയത്തിൻ്റെ കന്യകാ മാതൃത്വത്തിൻ്റെ രഹസ്യം പ്രവാചകൻ മുഖേന ദൈവം മുൻകൂട്ടി അറിയിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന പദം മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ അന്തസ്സത്ത നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം നമ്മോടുകൂടെ. ദൈവം മനുഷ്യരോടൊത്ത് വസിക്കുവാനും ആയിട്ടാണ് മനുഷ്യരുടെ പക്കലേക്ക് ഇറങ്ങി വന്നത്. ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യന് മറ്റ് മാർഗങ്ങൾ ഇല്ലായിരുന്നു. ദൈവപുത്രനായ യേശു മനുഷ്യരുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യമാണ്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഉദ്ധിതനായ യേശു അത് വ്യക്തമാക്കുന്നു. ഇമ്മാനുവേൽ എന്ന് യേശു വിളിക്കപ്പെടുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇതാണ്. ദൈവത്തിൻ്റെ തിരുഹിതം ചോദ്യം ചെയ്യാതെ ശിരസ്സ വഹിച്ച ജോസഫിനെയാണ് വളർത്തുപിതാവായി ദൈവം തിരഞ്ഞെടുത്തത്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ 3 ഗുണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. 1, വിവേകിയായ ഒരു മനുഷ്യൻ. വിശുദ്ധ യൗസേപ്പ് വലിയ വിവേകിയായിരുന്നു. താൻ വിവാഹ വാഗ്ദാനം നടത്തിയ കന്യക താൻ അറിയാതെ ഗർഭം ധരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴും അക്കാര്യം വളരെ വിവേകത്തോടും സമചിത്തതയോടും കൂടി യൗസേപ്പ് പിതാവ് കൈകാര്യം ചെയ്തു. യഹൂദ നിയമമനുസരിച്ച് ഒരു സ്ത്രീ ഭർത്താവ് അറിയാതെ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് പതിവ്. പക്ഷേ യൗസേപ്പ് നീതിമാനായതിനാലും അവളെ പരസ്യമായി അപമാന വിധേയാക്കുവാൻ ഒരുക്കമില്ലാതിരുന്നതിനാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാനാണ് തീരുമാനിച്ചത്. സമചിത്തതയോടെ, വിവേകത്തോടെ സാഹചര്യങ്ങളെ, പ്രശ്നങ്ങളെ, സംഭവങ്ങളെ സമീപിക്കുവാനും നേരിടുവാനും യൗസേപ്പ് പിതാവ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. കുടുംബജീവിതത്തെ മാരകമായ തരത്തിൽ തകർത്തെറിയുവാൻ ത്രാണിയുള്ള പ്രശ്നം നേരിട്ടപ്പോഴും കുലീനതയോടും മാന്യതയോടും യൗസേപ്പ് പിതാവ് അതിനെ നേരിട്ടു. നമുക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർക്ക്
ദ്രോഹമില്ലാതെ പരിഹരിക്കാൻ നമുക്ക് ആകണം എന്നുള്ളതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തെ വളർത്തുന്ന ഭാവാത്മകമായ ചവിട്ടുപടികളായി പ്രശ്നങ്ങളെ കാണുവാനും സധൈര്യം അവയെ നേരിടുവാനും യൗസേപ്പ് പിതാവിൻ്റെ ധീര മാതൃക നമുക്ക് മുമ്പിലുണ്ട്. മണൽപ്പുറത്ത് പണിയാതെ പാറമേൽ അടിത്തറ ഉറപ്പിച്ച ഭവനം പോലെ നസറസിലെ ഭവനത്തെ കരുപ്പിടിപ്പിച്ച യൗസേപ്പ് കുടുംബജീവിതത്തിൻ്റെ കാവൽ പിതാവും സംരക്ഷകനുമായും നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമതായി വിശ്വാസമാണ്. ദൈവത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും യൗസേപ്പ് പിതാവിന് ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തെ അംഗീകരിക്കുകയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണല്ലോ വിശ്വാസ ജീവിതം. ദൈവവചനത്തെ ധ്യാനാത്മകമായി സമീപിച്ച യൗസേപ്പ് ദൈവഹിതം മനസ്സിലാക്കി അത് സ്വജീവിതം വഴി അടിയറവ് വയ്ക്കുകയാണ്. മാലാഖ വഴി ദൈവം യൗസേപ്പിനെ അറിയിച്ചു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശുവെന്ന് നീ പേരിടണം. ദൈവം നമ്മോടുകൂടി അർത്ഥമുള്ള ഇമ്മാനുവേൽ, ആ ദൈവികമായ സാന്നിധ്യമായി അതിനെ കാണുവാൻ നിനക്ക് കഴിയണം എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടതോടെ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുമെന്ന ചിന്ത പോലും വെടിഞ്ഞ് ജോസഫ് അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നാണല്ലോ നാം വായിച്ചു കേട്ടത്. ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് ഇപ്രകാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന ദൈവവചനം യൗസേപ്പ് പൂർണ്ണമായി വിശ്വസിച്ചു. അനർത്ഥമായി മറ്റുള്ളവർ എടുക്കുന്ന ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ദൈവഹിതമായി യൗസേപ്പ് ഏറ്റെടുത്തു. യൗസേപ്പ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. പൂർവ്വപിതാവായ ജോസഫിൻ്റെ പൂർത്തീകരണമാണ് ഈശോയുടെ വളർത്തുപിതാവായ ജോസഫിനെ വിശുദ്ധ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. പൂർവ്വ യൗസേപ്പ് പഴയ നിയമത്തിൽ ദൈവജനത്തെ വളർത്തിയെങ്കിൽ വിശുദ്ധ യൗസേപ്പ് ദൈവപുത്രനെ വളർത്തിയ ഒരു വ്യക്തിയാണ്. പൂർവ്വ യൗസേപ്പ് ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയെങ്കിൽ വിശുദ്ധ യൗസേപ്പ് ദൈവപുത്രനെ ഈജിപ്തിലേക്ക് പ്രാണരക്ഷാർത്ഥം കൂട്ടിക്കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ധാരാളം അനർത്ഥങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായെങ്കിലും അവരുടെ വിശ്വാസവും ക്ഷമാശീലവും മൂലം എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റിക്കൊടുത്തു. രക്ഷകനായ യേശുവിൻ്റെ അതിലൂടെ ദൈവജനത്തിൻ്റെ വളർത്തുപിതാവായി ജോസഫ് മാറി. പ്രതിസന്ധികളിൽ ദൈവം നമ്മോടുകൂടിയുണ്ട് എന്ന ആഴമായ വിശ്വാസം വിശ്വാസ ജീവിതയാത്രയിൽ തളർത്താതെ മുമ്പോട്ട് നയിക്കും എന്നുള്ളതിൽ സംശയമില്ല. അടുത്തതായി ജോസഫിൻ്റെ നീതിബോധമാണ്. നീതിയെ സാമൂഹ്യ നീതിയായും ആധ്യാത്മിക നീതിയായും കാണാം. സാമൂഹിക നീതി ഓരോരുത്തർക്കും അർഹമായിട്ടുള്ളത് നൽകുക എന്നുള്ളതാണ് സാമൂഹ്യ നീതി. ആധ്യാത്മിക നീതി സാമൂഹ്യ നീതിയെ അതിശയിക്കുന്നു. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ചു. ഇവിടെ നീതി എന്ന വാക്കിന് വിശുദ്ധി, കാരുണ്യം എന്നീ അർത്ഥങ്ങളുണ്ട്. വിശുദ്ധ യൗസേപ്പ് നീതിമാൻ എന്ന് പറയുമ്പോൾ വിശുദ്ധനും കാരുണ്യവാനുമാണ് എന്നുള്ള അർത്ഥം വരികയാണ്. നീതിമാൻ എന്ന ചോദ്യത്തിന്
15-ാം സങ്കീർത്തനം ഇപ്രകാരം ഉത്തരം നൽകുന്നു: ആരാണ് നീതിമാൻ? നിഷ്കളങ്കമായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവനാണ് നീതിമാൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരാണ് നീതിമാനെന്നതിന് മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം വിശദീകരണം നൽകുന്നു: വിശക്കുന്നവന് ആഹാരം നൽകുന്നവൻ, ദാഹിക്കുന്നവന് കുടിക്കുവാൻ നൽകുന്നവൻ, നഗ്നന് വസ്ത്രം നൽകുന്നവൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും കാണുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നീതിമാനായ യൗസേപ്പ് നിഷ്കളങ്കമായ ജീവിതം നയിച്ച ആളാണ്. അപവാദം വരുത്തുന്നതിന് ആളുകൾ പരിശ്രമിക്കുമ്പോൾ അപവാദം പരത്താതിരുന്നവനായി ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് യൗസേപ്പ്. നഷ്ടം സഹിച്ച് വാഗ്ദാനം പാലിച്ചവനാണ് യൗസേപ്പ്. എല്ലാവരോടും കാരുണ്യം കാണിച്ചവനാണ് യൗസേപ്പ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് യാക്കോബിൻ്റെ മകനായി ജനിക്കുന്ന ജോസഫ് ഈശോയെ വളർത്തി. കന്യകാമറിയത്തെ സമർപ്പിച്ചു, സംരക്ഷിച്ചു. ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കുവാൻ രഹസ്യമായി ഉപേക്ഷിക്കുക, അത് ഭാര്യയെ സംശയിക്കാതിരിക്കുവാൻ കാരണമാകും. കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, നസ്രസിലേക്ക് മടക്കിക്കൊണ്ടുവരിക, മാലാഖയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതായ വ്യക്തി ഈശോയുടെ ജനത്തെ ഈജിപ്തിലേക്കുള്ള പലായനമായി അവിടുത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ, ദൈവം നോക്കട്ടെ, ഇത്രയേറെ ഞങ്ങൾ കഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ജോസഫിനെ അല്ല നാം കാണുന്നത്. ആവേശത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ഈശോയുടെ കാലിത്തൊഴുത്തിലെ ജനനവും 12-ാമത്തെ വയസ്സിൽ കാണാതെ പോകുമ്പോഴുണ്ടായ ആകുലതയും ഒക്കെ ജോസഫിൻ്റെ മനോവ്യഥ എപ്രകാരമായിരുന്നു എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിനെ കാണുവാൻ, കേൾക്കുവാൻ, കരങ്ങളിൽ സമ്മേളിക്കുവാൻ, ആശ്ലേഷിക്കുവാൻ യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും ശുശ്രൂഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നല്ല മരണത്തിൻ്റെ മധ്യസ്ഥൻ കൂടിയാണല്ലോ വിശുദ്ധ യൗസേപ്പ്. യേശുവിനോടുകൂടി 15 വർഷം ജീവിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. യേശുവിൻ്റെ 15-ാമത്തെ വർഷത്തിലാണ് വിശുദ്ധ യൗസേപ്പ് മരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിക്കൊണ്ട് മരിക്കുവാൻ കഴിഞ്ഞ അദ്ദേഹത്തെ എത്ര ഭാഗ്യവാനായി നാം കാണുകയാണ്. അതുകൊണ്ടാണ് മരണാസന്നരുടെ കിടക്കയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോ മറിയം യൗസേപ്പെ, ഇയാളിനു വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥ അപേക്ഷിക്കണമേ എന്ന്.
അങ്ങനെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായി മാറുവാൻ ഭാഗ്യം സിദ്ധിച്ച അദ്ദേഹം നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, നാം ഈ ലോകത്തിൽ ശാശ്വതരായ ആളുകളല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അവിടുത്തെ നീതിബോധത്തിൽ, സത്യത്തിൽ, സനാതന മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി മാറുമ്പോൾ മാത്രമേ നമുക്ക് യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിൻ്റെയും മധ്യസ്ഥത ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നൽകുകയാണ്. യൗസേപ്പിൻ്റെ അടുക്കിലേക്ക് പോകുവിൻ എന്ന് പഴയ നിയമത്തിൽ ഈജിപ്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായ അടിമത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജോസഫായിരുന്നു ആളുകൾക്ക് ഭക്ഷണവും സംരക്ഷണയും ഒക്കെ നൽകിയിരുന്നത്. അതുകൊണ്ട് ജോസഫിൻ്റെ അടുക്കിലേക്ക് പോവുക എന്ന് പറയുമായിരുന്നു പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ആധ്യാത്മികമായ ദാരിദ്ര്യവും അനാചാരങ്ങളും അക്രമങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ എവിടേക്ക് പോകണം? ജോസഫിൻ്റെ അടുത്തേക്ക് പോവുക. ആധ്യാത്മികമായ വലിയൊരു ചൈതന്യമായിരിക്കും ആ ജോസഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീയമായ ദാരിദ്ര്യം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണല്ലോ. പണവും പ്രതാപവും സുഖവും സൗകര്യമൊക്കെ വർദ്ധിക്കുമ്പോൾ, സർവശക്തനെ മറന്നുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറുമ്പോൾ, പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ, തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, പരിശുദ്ധ അമ്മയെ സംരക്ഷിക്കുവാൻ, യേശുവിൻ്റെ വളർത്തുപിതാവായി മാറുവാൻ ഭാഗ്യം സിദ്ധിച്ച ജോസഫ് നമ്മോട് പറയുകയാണ്, ഈ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥത നമ്മെ ഓരോരുത്തരെയും അനുദിനം ശക്തിപ്പെടുത്തുമെന്ന്. അമ്മ ത്രേസ്യ തൻ്റെ മധ്യസ്ഥനായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തു, എല്ലാം സമർപ്പിച്ചു. ഒന്നും ചോദിക്കാതെ ലഭിക്കാതിരിക്കുകയില്ല. എന്ത് ദൈവത്തോട് ചോദിച്ചാലും നമുക്കത് ലഭിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമായിരുന്നു അമ്മ ത്രേസ്യയ്ക്കുണ്ടായിരുന്നത്, ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്ക്. അത്രയേറെ ജോസഫിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ജോസഫിൻ്റെ മഹത്തായ മാതൃക സഹായകമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ അമ്മ ത്രേസ്യ പറയുകയുണ്ടായി. വിശുദ്ധ തോമസ് അക്വീനാസ്, വിശുദ്ധ യൗസേപ്പ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും, എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കും എന്ന് പറയുമ്പോൾ, മനുഷ്യരുടെ ഇടയിൽ ഇത്രയേറെ മനുഷ്യത്വത്തോടുകൂടി, നീതിബോധത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ജീവിച്ച ഒരു വ്യക്തി നമുക്കെല്ലാവർക്കും ഒരു വലിയ മാതൃക തന്നെയാണ്. കന്യകമാരുടെ മധ്യസ്ഥനാണ് അദ്ദേഹം. പരിശുദ്ധ അമ്മയുടെ കന്യത്വം സംശയിക്കപ്പെട്ടതായ സാഹചര്യത്തിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്താലാണവൾ രക്ഷകനെ ലോകത്ത് നൽകുവാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കി അവളെ സ്വീകരിക്കുന്ന ജോസഫ്, പ്രശ്നങ്ങളുടെ നടുവിൽ എന്താണ് ദൈവ ഇഷ്ടമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നീതിമാനായ തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവായ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകാം. നമ്മുടെ എല്ലാ ദാരിദ്ര്യത്തെയും അധാർമികതയെയും അനീതികളെയും വിശ്വാസക്കുറവിനെയും ഒക്കെ പരിഹരിക്കുവാൻ ഉള്ള വഴി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അതിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ.